ഞാൻ ഇന്നലെ വെയിറ്റ് കാണിക്കണം എന്നാണ് കേട്ടോ കരുതിയിട്ടുണ്ടായിരുന്നത്. 5 ദിവസം ഇന്നലെയാണല്ലോ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നലത്തെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം ഞാൻ ഭയങ്കര തിരക്കിലായിരുന്നു. ഇന്നലെ എണീറ്റപടെ നേരെ കിച്ചണിലേക്ക് പോയതുകൊണ്ട് തന്നെ വെയിറ്റ് ഒന്നും നോക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ മറന്നു പോവുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ നേരെ എണീറ്റപാടെ വെയിറ്റ് മെഷീനിലേക്കാണ് കയറിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ അവിടെ 106.9 കാണിച്ചത് കേട്ടോ ആദ്യം കയറിയപ്പോൾ. പിന്നെ ഞാൻ ഒന്നുകൂടി കയറി. അപ്പോൾ നീനുട്ടിയും വെയിറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. അവൾ വെയിറ്റ് നോക്കിയ ശേഷം ഞാൻ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് കയറി നോക്കിയപ്പോൾ ഇതാണ് 106.5 കണ്ടത് കേട്ടോ. അപ്പോൾ ഏതാണ് കറക്റ്റ് എനിക്കറിയില്ല. എന്നാലും ഞാൻ ജസ്റ്റ് 1 കിലോ ഒരു കിലോന് 300 അങ്ങനെ എന്തോ കുറഞ്ഞിട്ടുണ്ട്. ഏതായാലും 1 കിലോ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ പോന്നു. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല 1 കിലോന് ആവട്ടെ എന്ന് കരുതി നേരെ കിച്ചണിലേക്ക് പോന്നു. ഇന്നൊക്കെ മക്കൾക്ക് വലിയ മോള് പോകാത്തതുകൊണ്ട് തിരക്കില്ല. പെട്ടെന്ന് അവൾക്ക് ഏഴരക്ക് പോകണമല്ലോ, അതുകൊണ്ട് തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ചൊരു റിലാക്സ് ഒക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ നേരെ കിച്ചണിൽ വന്ന് വെള്ളമൊക്കെ ചൂടാക്കിയതാ നമ്മൾ വെള്ളം കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഒരുപാട് വെള്ളം കുടിക്കണം, ഇല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക ക്ഷീണം ഉണ്ടാവും. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ കുടിച്ചു. പിന്നെ ഇന്നലെ എൻ്റെ വീഡിയോൻ്റെ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, മുട്ട കഴിച്ചാൽ എന്താ പറയുക കൊഴുപ്പാണ് ഫാറ്റാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ ഇങ്ങനെ കമൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് എനിക്ക് ആദ്യമൊക്കെ എൻ്റെ വിചാരം അതായിരുന്നു, മുട്ട കഴിക്കണത് ഫാറ്റാണ്, അതിൽ ആ ഒരു മഞ്ഞക്കരു കഴിച്ചാൽ നമുക്ക് ഫാറ്റാണ്, വെള്ള കഴിക്കാൻ പാടുള്ളൂ എന്നൊക്കെയുള്ള കുറച്ച് തെറ്റിദ്ധാരണ എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അങ്ങനെയല്ല, നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ വിശദമായിട്ട് നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. മുട്ട മുഴുവനായിട്ട് കഴിക്കുമ്പോൾ അതിൻ്റെ നമുക്ക് എല്ലാ വിറ്റമിൻസും ഫാറ്റും ആ മുട്ടൻ്റെ ആ ഒരു മഞ്ഞക്കരുവിലുള്ളത് നല്ല ഫാറ്റാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് കഴിക്കുന്നത് നല്ലതാണെന്നാണ്. പിന്നെ ഞാൻ കുറേ എന്താ പറയുക കുറേ കാര്യങ്ങളൊക്കെ കേട്ടു, ഡോക്ടേഴ്സിനോടൊക്കെ നമ്മൾ ചോദിക്കുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ അതിൽ നിന്നൊക്കെ എല്ലാവരും പറയുന്നത് മുട്ട കഴിക്കണം, ഫുള്ളായിട്ട് കഴിക്കണം. നമുക്ക് ഒന്നോ രണ്ടോ മുട്ടയൊക്കെ ദിവസം മാക്സിമം 3 മുട്ട വരെ നമുക്ക് കഴിക്കാം. ഫുള്ളായിട്ട് തന്നെ പുഴുങ്ങിയതായാലും പൊരിച്ചതായാലും ഒക്കെ നമുക്ക് കഴിക്കാം. നമ്മൾ ചീത്ത ഫാറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അരി ഭക്ഷണത്തിൽ നിന്നൊക്കെ വരുന്നതാണ്. നമ്മൾ ചോറൊക്കെ ഒരുപാട് കഴിക്കുമ്പോൾ അത് അടിഞ്ഞ് അതിൽ നിന്നാണ് ഉള്ള ഫാറ്റാണ്. ഗ്ലൂക്കോസ് ഫാറ്റായി മാറും കുറേ കഴിയുമ്പോൾ. അത് ഒറ്റ ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 2 ദിവസം കൊണ്ടോ അങ്ങനെയൊന്നുമല്ല, 1 വർഷം 2 വർഷമൊക്കെ കഴിയുമ്പോൾ നമ്മൾ ഒരുപാട് ചോറ് കഴിക്കുമ്പോൾ അതിൽ നിന്ന് ഗ്ലൂക്കോസ് അടിഞ്ഞ് നമ്മൾ ശരീരത്തിൽ ഇങ്ങനെ അടിഞ്ഞ് കൂടിയിട്ട് അത് ഫാറ്റാവുന്ന ഫാറ്റാണ് നമുക്ക് ചീത്ത ഫാറ്റ്. നമ്മൾ മുട്ടയിൽ നിന്നൊക്കെ കഴിക്കണം, അത് ബീഫ് ചിക്കൻ എന്നൊക്കെ കിട്ടുന്ന ഫാറ്റ് അതൊന്നും ചീത്ത ഫാറ്റല്ല, അതൊക്കെ നല്ല ഫാറ്റാണ്. ഇപ്പോൾ നോൺ വെജ് കഴിക്കാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പനീറൊക്കെ കഴിക്കാം, അതൊക്കെ നല്ല ഫാറ്റാണ് കേട്ടോ. അതൊക്കെ കഴിക്കുന്നത് നമുക്ക് നല്ലതാണ്. അപ്പം മുട്ട കഴിക്കാൻ നോക്കുക, കഴിക്കുമ്പോൾ ഫുള്ളായിട്ട് കഴിക്കാൻ നോക്കട്ടെ. അങ്ങനെ ഒരു കമൻറ്റ് കണ്ടപ്പോൾ എനിക്കിത് ഇങ്ങനെ പറയണം തോന്നി. അതൊരു തെറ്റിദ്ധാരണയാണ്. മുട്ട കഴിക്കുന്നത് നല്ലതാണ്, അത് മക്കൾക്കാണെങ്കിലും നമുക്കാണെങ്കിലും പ്രായം കൂടുന്നതിനനുസരിച്ചൊക്കെ മുട്ട കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ കുറച്ച് എന്താ പറയുക ഇതൊക്കെ അലക്കി വെച്ചതൊക്കെ ഉണ്ടായിരുന്നു തലേന്ന് രാത്രി, അതൊക്കെ ഞാൻ നേരെ വിരിച്ചിട്ടു. പിന്നെ ഫുഡായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പുട്ടും കടലക്കറിയായിരുന്നു കേട്ടോ. അപ്പോൾ നീനൊന്ന് വെയിറ്റ് നോക്കിയപ്പോൾ കുറച്ച് വെയിറ്റ് കൂടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവളൊന്ന് മുട്ടയാണ് എൻ്റെ കൂടെ കഴിച്ചത്. ഞാനും അവളും മുട്ടയായിരുന്നു, മോള് പുട്ടും കടലക്കറിയൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പം പിന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ വലിയ മോൾ എന്താ ചെയ്യണത്, രണ്ടാമത്തെ മോൾ എന്താ ചെയ്യുന്നത്. വലിയ മോൾ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്, ലാസ്റ്റ് ഇയർ ആയിരുന്നു കല്യാണം കഴിഞ്ഞ് പ്രഗ്നൻ്റ് ആയി. അപ്പോൾ അവൾക്ക് പഠിക്കാൻ മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. അവൾക്ക് 5th സെം വരെ അവൾ എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 6th സെമ്മിലാണ് അവൾ തീരെ പോകാൻ കഴിഞ്ഞില്ല. അവൾക്ക് എന്താ പറയുക പ്രഗ്നൻ്റ് ആയ ഛർദിയും ക്ഷീണവും ഒക്കെ ആയിട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ എക്സാം തീരെ എഴുതാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതാണിപ്പോൾ ക്ലാസ്. അവളിപ്പോൾ ഒന്നുകൂടി എഴുതാണ്. അടുത്ത വർഷം 4 വർഷം ആവുകയാണ് ഡിഗ്രി. അപ്പോൾ ഇനി അടുത്ത വർഷത്തേക്ക് ആവേണ്ടത് എഴുതി ഈ ഒരു 6th സെം എഴുതിയെടുത്താൽ അവൾക്ക് കഴിയും കേട്ടോ. അപ്പം കുഞ്ഞുവാവൊക്കെ ഉള്ളതുകൊണ്ട് അവൾക്ക് പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഇപ്പോൾ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ പോവാണ്. അതാണ് അവൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ മോൾ നീനുട്ടിയാണെങ്കിൽ ഏവിയേഷൻ കോഴ്സിനാണ് കേട്ടോ ചേർന്നിട്ടുള്ളത്. അവൾ +2 കഴിഞ്ഞിട്ട് നേരെ ഏവിയേഷന് ചേർന്നിട്ടുണ്ട്. 1 കൊല്ലത്തെ കോഴ്സാണ്. അപ്പം അത് കഴിഞ്ഞ് അതിൻ്റെ ഒപ്പം ഞാൻ ഡിഗ്രി ഡിസ്റ്റൻ്റ് ചെയ്യാമെന്ന് കരുതിയിട്ടുണ്ട്. അങ്ങനെയാണ്. മൂന്നാമത്തെ മോളാണെങ്കിൽ 4th സ്റ്റാൻഡേർഡിലാണ് കേട്ടോ. ഇതാണ് എനിക്ക് 3 മക്കളാണ്. ഇതൊക്കെ എനിക്ക് കമൻ്റായിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതിൽ ആഡ് ചെയ്തത്. അപ്പോൾ രാവിലെ പുട്ടും കടലക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിച്ചിട്ട് ആ 2 മുട്ടയും പിന്നെ കുറച്ച് കടലാണ് ഇത് കാണുന്നത് തന്നെ എടുത്തിട്ടുള്ളൂ കേട്ടോ. അതും പിന്നെ 1/2 ഗ്ലാസ് ചായയും, മധുരമൊന്നും ആഡ് ചെയ്തിട്ടില്ല.
പിന്നെ കുറച്ച് അച്ചാർ എടുത്തിട്ടുണ്ടായിരുന്നോ നമുക്കൊരു ടേസ്റ്റിനൊക്കെ വേണ്ടിയിട്ട്. മാങ്ങാച്ചാറാണ്, അപ്പോൾ അതും കൂട്ടിയിട്ടാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ എനിക്ക് കുറച്ചൊരു ഉത്തരവാദിത്തം ഒന്നും കൂടി ഒന്ന് വെയിറ്റ് ലോസ് ആക്കണം, വെയിറ്റ് കുറക്കണം എന്നുള്ളൊരു ഉത്തരവാദിത്തം വന്നിട്ടുണ്ട്. കാരണം എല്ലാവരും നമ്മൾ ഒരുമിച്ച് വെയിറ്റ് കുറക്കാമെന്നൊക്കെ പറഞ്ഞ് കമൻറ്റും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് സപ്പോർട്ട് എനിക്കുണ്ട്. ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് വെയിറ്റ് കുറക്കുന്നത് ഞങ്ങളും ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം എന്തായാലും കുറക്കണം എന്നൊക്കെ ഉള്ള ഒരു ചിന്ത വരുന്നുണ്ട്. അപ്പം നമ്മൾ ജനുവരി 1-ാം തീയതി ആകുമ്പോൾ നമുക്ക് എന്തായാലും നല്ലൊരു വെയിറ്റ് കുറഞ്ഞത് കാണിക്കണം. അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് തന്നെ നമുക്ക് വെയിറ്റ് കുറക്കാം അല്ലേ. അപ്പോൾ നമുക്ക് 107 നമ്മൾ ഫസ്റ്റ് തുടങ്ങുമ്പോൾ എത്രയെന്നുള്ളത് നമ്മൾ ഒന്ന് കമൻറ്റിൽ ഒന്ന് ഇട്ടുകയാണെങ്കിൽ നമുക്ക് ജനുവരി 1-ാം തീയതി എത്രയെന്നുള്ളത് നോക്കാമല്ലോ. നമുക്ക് എത്ര കുറഞ്ഞു നോക്കാമല്ലോ. ഒന്നില്ലെങ്കിൽ നമുക്ക് കൂടാതെ നോക്കാമല്ലോ. ഇപ്പോൾ ഓവർ വെയിറ്റ് ആയിട്ട് എൻ്റെ പോലെയൊക്കെ നല്ല വെയിറ്റ് ആയിട്ടുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രമിച്ച് നോക്കാം. നമ്മൾ ഒരു മാസം ശ്രമിച്ച് നോക്കാം. നമുക്ക് ഒരു 2 കിലോനാണെങ്കിലും 5 കിലോനാണെങ്കിലും അത് കുറയാന്ന് പറഞ്ഞാൽ അത് വലിയ സംഭവം തന്നെയാണ്. അപ്പം എന്തായാലും എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം വെയിറ്റൊക്കെ. അപ്പോൾ നമുക്ക് ഒരുമിച്ച് തന്നെ വെയിറ്റ് കുറക്കാം. 1-ാം തീയതി നമ്മൾ എന്തായാലും വെയിറ്റ് കുറഞ്ഞിരിക്കും അല്ലേ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനി പിന്നെ ടേബിളൊക്കെ നന്നാക്കണം കേട്ടോ. ഈ ഒരു ടേബിൾ എന്ന് പറയുന്നത് എപ്പോൾ നോക്കിയാലും ഒരുപാട് സംഭവങ്ങൾ ഈ ഒരു ടേബിൾ മേൽ ഉണ്ടാവും കേട്ടോ. കാരണം മക്കൾ നേരെ ക്ലാസ് കഴിഞ്ഞ് വന്നാൽ അവരുടെ ബുക്ക് കാര്യങ്ങളൊക്കെ അതിൽ വലിച്ചിടും. പഠിക്കാനിരിക്കലും ഈ ഒരു ടേബിൾ മേൽ തന്നെയാണ്. പിന്നെ എന്താ പറയുക, ഈ മേശ എപ്പോഴും ബിസി ആയിട്ട് കിടക്കും. ഇവിടെ ക്ലീനാക്കി എന്നാലും ക്ലീൻ ആവാത്തൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനൊരു ഇതാണ് എല്ലാവരുടെ വീട്ടിൽ എനിക്കറിയില്ല. ഇത് എൻ്റെ വീട്ടിൽ മാത്രമാണോ എന്ന് എനിക്കറിയില്ല. ഇവിടെ എപ്പോഴും ക്ലീൻ ചെയ്യുന്ന ഒരു പണിയാണ് എനിക്ക്. എന്നാലും ഞാൻ ഒന്ന് അങ്ങോട്ടോ തിരിഞ്ഞു വരുമ്പോൾ മക്കൾ സ്കൂളിട്ട് വന്നാൽ പിന്നെ ഈ ടേബിളിൽ നിറച്ചു പിന്നെ സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ളവരാരുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ നേരെ ഫുഡൊക്കെ കഴിച്ചത് കഴുകാനുള്ള പാത്രങ്ങളൊക്കെ സിങ്കിൽ കൊണ്ടുപോയിട്ടു. പിന്നെ മേശയൊക്കെ തുടച്ചു. ഇനി അടുത്ത പണി അടിച്ചു വാരുക, വൃത്തിയാക്കുക, ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ് കേട്ടോ. അപ്പം ഐറൂസൊക്കെ ഉറങ്ങണ നേരമാണ് നമ്മൾ ക്ലീനിങ് ഒക്കെ നടക്കുള്ളൂ. അവനെ പൊറുക്കി തിന്നുന്നതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ക്ലീനായിട്ട് കിടക്കണം. ഒരു ദിവസം ഇപ്പോൾ ഞാൻ മിനിമം 4-5 പ്രാവശ്യം അടിച്ചു വാരി തൂക്കുന്ന ഒരവസ്ഥയാണ്. ഇടയ്ക്കിടയ്ക്ക് അടിച്ചു വാരി തൂക്കൂട്ടോ. കാരണം അവനെ ഇനി എത്ര അടിച്ചു വാരിയിട്ടും കാര്യമില്ല, എന്തെങ്കിലുമൊക്കെ കുറുമ്പ് അവന് കിട്ടും. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ ക്ലീനാക്കി കൊണ്ടിരിക്കും. അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു ടേബിളും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തു. ഇനി ഉച്ചക്കുള്ള ലഞ്ച് തയ്യാറാക്കണം. നമ്മൾ ഇന്നിപ്പോൾ ചിക്കൻ വറുത്തിട്ട് പരിപ്പ് കറിയൊക്കെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ചോറും പരിപ്പ് കറിയും ചിക്കൻ വറുത്തതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് തോരൻ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇന്നലെ പച്ചക്കറിയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് അല്ലേ, തോരൻ ഉണ്ടാക്കണം എന്ന് കരുതി. പക്ഷേ ക്ലീൻ ചെയ്യലും കാര്യങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് അപ്പോഴേക്കും ഐറൂസ് എഴുന്നേറ്റു കേട്ടോ. അപ്പോൾ എഴുന്നേറ്റതുകൊണ്ട് എനിക്കതൊന്നും അരിഞ്ഞ് വെക്കാനുള്ള ഒരു സമയം കിട്ടിയില്ല. കാരണം അവൻ എഴുന്നേറ്റ് എൻ്റെ കൂടെ ആ കിച്ചണിലുണ്ടാവും. ഞാൻ കിച്ചണിലാകുമ്പോൾ അവിടെ ഉണ്ടാവും. അപ്പോൾ എനിക്ക് എന്താ പറയുക, അവൻ്റെ ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള എനിക്ക് ഭയങ്കര അവൻ എഴുന്നേറ്റ് പിന്നെ എനിക്ക് അവനെ എടുത്തിങ്ങനെ നടക്കണം. അതുകൊണ്ട് ഞാൻ ഈ പച്ചക്കറി ഉപ്പേരിയായിട്ടുള്ളത് ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ കക്കരിക്ക ചെത്തിയാണ് ഉച്ചയ്ക്ക് കഴിച്ചത് കേട്ടോ. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. ഏതായാലും ക്ലീനിങ്ങൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അടിച്ചു വാരി തൂത്തു വീട്ടിലെ പണികൾ പിന്നെ പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയുന്നതല്ലേ. നമ്മൾ ഈ ഒരു പണികളൊക്കെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ വേഗം ഈ ഒരു ക്ലീനിങ് സെക്ഷനിലേക്ക് ഞാൻ കിടക്കും. മൊത്തം അടിച്ച് വാരി തുടച്ച് അടുക്കള പിന്നെ ലാസ്റ്റാണ് ഞാൻ എന്താ പറയുക, ഉച്ചക്കത്തെ ഫുഡ് കഴിഞ്ഞിട്ട് ഒന്ന് പാത്രമൊക്കെ കഴുകാനുണ്ടാവുമല്ലോ. അപ്പോൾ ഒന്നുകൂടെ ഈ ഒരു മേശയൊക്കെ ഇട്ട് ആ ഒരു ഹാളുണ്ട്, അതൊന്നും കൂടി ഒന്ന് അടിച്ചു വാരി എന്താ പറയുക, അപ്പോഴും ആ മേശ നിറഞ്ഞിട്ടുണ്ടാവും. കാരണം നമ്മൾ ഫുഡ് കഴിച്ച് അപ്പോൾ പിന്നെ ആ മേശ വീണ്ടും ഒക്കെ കച്ചറായിട്ടുണ്ടാവും. വീണ്ടും ഞാൻ അതൊക്കെ നന്നാക്കി ഈ ഒരു ഭാഗം ഞാൻ വീണ്ടും അടിച്ചു വാരി തുടക്കും. അപ്പോൾ അടുക്കളയും കൂടി ക്ലീൻ ചെയ്തിട്ട് അങ്ങനെ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കലും കൂടി കഴിഞ്ഞിട്ടാണ് കേട്ടോ അടുക്കള ക്ലീനാക്കി വെക്കാറ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ. നിങ്ങൾ ഇനി എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ അറിയിക്കണം. പിന്നെ എനിക്കൊരു കമൻറ്റ് ഉണ്ടായിരുന്നു കീറ്റോ ചെയ്തിട്ട്
മലബന്ധം കാര്യങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്ന്. അത് ഉണ്ടാവും, കാരണം മുട്ടയൊക്കെ ഒരുപാട് കഴിക്കുക, നമ്മൾ ബീഫ് കാര്യങ്ങളൊക്കെ കഴിക്കണതല്ലേ, അപ്പോൾ ഉണ്ടാവും ചെറുതായിട്ട്. പക്ഷേ അപ്പോൾ നല്ലോണം വെള്ളം കുടിക്കുക. പിന്നെ നമുക്ക് ഫ്രൂട്ട്സ് ഒന്നും അതിലധികം കഴിക്കാൻ പറ്റില്ല. ചെറുപയർ, കടല ഒന്നും കഴിക്കാൻ പറ്റില്ല. നമുക്ക് കാര്യമായിട്ട് അതിൽ ഫാറ്റ് അടങ്ങിയ ഭക്ഷണം മാത്രമാണ് കഴിക്കാൻ പറ്റുക. നമ്മൾ പ്രോട്ടീനും ഫാറ്റുമാണ് കൂടുതൽ. ബദാം, വാൾനട്ട് അങ്ങനത്തെ സംഭവങ്ങളും, മുട്ട, പിന്നെ ബീഫ്, പിന്നെ പച്ചക്കറികൾ തന്നെ കഴിക്കണമെങ്കിൽ നമുക്ക് കക്കരിക്ക, കുറച്ച് എല്ലാ വെജിറ്റബിൾസും കഴിക്കാം. പയറൊന്നും അതിൽ നമുക്ക് കഴിക്കാൻ പറ്റില്ല കേട്ടോ കീറ്റോ ഫുഡിൽ. നമുക്ക് പഴുത്താൽ മധുരം ഉണ്ടാവുന്ന ഒരു സംഭവം നമുക്ക് കഴിക്കാൻ പറ്റില്ല. പപ്പായ, അങ്ങനെ പച്ച പപ്പായ അതൊന്നും കഴിക്കാൻ പറ്റില്ല. മാങ്ങ പച്ച പോലും കഴിക്കാൻ പറ്റില്ല. അതേപോലെ നേന്ത്രപ്പഴത്തിൻ്റെ പച്ച കായ ഉണ്ടാവില്ല, അതൊന്നും കഴിക്കാൻ പറ്റില്ല, കാരണം അത് പഴുത്താൽ മധുരം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് കീറ്റോയിൽ അതൊന്നും പറ്റില്ല. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ ഒരു സംഭവങ്ങൾ ഞാൻ ചെയ്തതുകൊണ്ട്. ഇനി ആർക്കെങ്കിലും ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ വിശദമായിട്ട് ഞാൻ എന്താ പറയുക, ഞാനത് ഒരുപാട് സെർച്ച് ചെയ്ത് കണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കീറ്റോ ചെയ്യാൻ താല്പര്യമുള്ള ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി ഞാൻ വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ഞാനിതാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ഇത്തിരി ചോറാട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. പരിപ്പ് കറി ഉണ്ടാക്കിയപ്പം കഴിക്കാൻ തോന്നി, ചോറ് കഴിക്കാൻ തോന്നി. അല്ലെങ്കിൽ ഞാൻ കക്കരിക്കയും ചിക്കനും മാത്രം കഴിക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പരിപ്പ് കറിയൊക്കെ വന്ന് അതിൻ്റെയൊക്കെ ഒരു മണം ഇങ്ങനെ വന്നപ്പോൾ ചോറ് ഇത്തിരി കഴിക്കാമെന്ന് കരുതി അങ്ങനെ ഇച്ചിരി ചോറിട്ടിട്ടുണ്ട്. അതിലേക്ക് പരിപ്പ് കറിയൊക്കെ ഒഴിച്ച് ചിക്കൻ വറുത്തത് എടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഒരു കക്കരി ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഉച്ചയ്ക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ വൈകുന്നേരം എന്താ അറിയില്ല, ചെറിയൊരു കഫക്കെട്ട് കാര്യങ്ങളുണ്ട്, എനിക്കിപ്പോഴും ഉണ്ട്. സൗണ്ടൊന്നും ക്ലിയർ അല്ലല്ലോ. അപ്പോൾ അതുള്ളതുകൊണ്ട് ഞാൻ ബട്ടർ കോഫി ഒന്നും രാവിലെ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് വല്ലാതെ വിശപ്പും തോന്നിയില്ല. അപ്പോൾ എന്തെങ്കിലും ചൂടുള്ളത് മാത്രം കഴിക്കാനും തോന്നിയപ്പോൾ ഞാൻ മധുരമില്ലാതെ ഈ കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ലൊരു പൊടിച്ചായ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. വലിയ മധുരമൊന്നുമില്ല. അപ്പോൾ ഇത്രയാണ് ഞാൻ കഴിച്ചിട്ടുള്ളത് ഇന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരാം. ബൈ ബൈ.